ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടാകുന്നുവെന്ന് CPM-ന്റെ സംഘടനാ റിപ്പോർട്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. നേതാക്കൾ ജനങ്ങളുമായി ഇടപഴകണം. പാർട്ടി അംഗം ബ്രാഞ്ചിലെ 10 വീടിലെങ്കിലും അടുത്ത ബന്ധമുണ്ടായിരിക്കണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ല. വിഭാഗീയത പരിഹരിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളവർ കീഴ്ഘടകങ്ങളിലെത്തണം. വരവ് ചിലവ് കണക്കുകളിൽ ചില ഏരിയ കമ്മിറ്റികൾക്ക് ഗുരുതര വീഴ്ചയുണ്ട്. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളും വരവ് ചെലവ് കണക്ക് കൃത്യമാക്കണം. നേതാക്കളെ വിലയിരുത്തിയും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. റിയാസ് മാധ്യമ വേട്ടയുടെ ഇരയാണ്. മാധ്യമങ്ങൾ ആക്രമിക്കുന്നു. എം സ്വരാജും തോമസ് ഐസക്കും അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ കൂടുതൽ പങ്കെടുക്കണം. EP ജയരാജൻ നേതൃതലത്തിൽ കൂടുതൽ സജീവമാകണം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും KN ബാലഗോപാലിന്റേത് മികച്ച പ്രവർത്തനമാണ്. KK ശൈലജ പാർട്ടി ചുമതലകൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. സജി ചെറിയാൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പാർട്ടിക്കാരാണെന്ന് മറക്കരുതെന്ന വിമർശനവും സംഘടനാ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള രേഖയും അവതരിപ്പിച്ചു. എല്ലാ സേവനങ്ങളും എല്ലാവർക്കും സൗജന്യമായി നൽകേണ്ടതില്ലെന്ന് രേഖയിൽ പറയുന്നു. വരുമാനമനുസരിച്ച് പ്രത്യേക വിഭാഗങ്ങളിലാക്കി ഫീസ് ഈടാക്കുന്നത് പരിശോധിക്കണം. സെസ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ നവകേരള രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. യാതൊരു പുനരുദ്ധാരണവും നടക്കാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ PPP അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കണമെന്നും നയരേഖയിൽ പറയുന്നു. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതിയ വഴികൾ രേഖ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും വകുപ്പുകൾക്കെതിരായ വിമർശനങ്ങളും പൊതുചർച്ചയിൽ ഉയർന്നു വന്നേക്കാം. മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.